കേരളത്തിൽ ലോക്സഭ, തദ്ദേശ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ദാരുണ തോൽവികൾക്ക് പിന്നിൽ പിണറായി വിജയന്റെയും എം.വി. ഗോവിന്ദന്റെയും അഹന്തയും ധാർഷ്ട്യവുമാണ് അടിസ്ഥാന കാരണമെന്നും രണ്ട് നേതാക്കളെയും സഖാക്കൾക്ക് പോലും വെറുപ്പാണെന്നും പാർട്ടിയുടെ കുറ്റസമ്മതം തന്നെ നടന്നു എന്ന് പറയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ CPI സംസ്ഥാന നേതൃത്വത്തിനെതിരെ കേന്ദ്ര കമ്മിറ്റി നടത്തിയ രൂക്ഷ വിമർശനവും തിരുത്തൽ ഫോർമുലയും ഒരക്ഷരം എതിർപ്പില്ലാതെ അംഗീകരിച്ച് സംസ്ഥാന കമ്മിറ്റി. തോൽവിക്ക് ഉത്തരവാദികളുണ്ടെന്നും സംസ്ഥാന നേതൃത്വത്തിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നുമുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിച്ചെങ്കിലും പാർട്ടിക്കുള്ളിൽ സ്ഥാനചലനങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇനി ബാക്കിയാകുന്നത്. സെപ്റ്റംബർ 13 മുതൽ 15 വരെ കോഴിക്കോട് ചേരുന്ന വിശാല സംസ്ഥാന സമിതി യോഗം വരെ ഇപ്പോഴത്തെ നേതൃത്വത്തിന് തൽസ്ഥിതി തുടരാമെങ്കിലും വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന. 2 ദിവസത്തേക്ക് നിശ്ചയിച്ചിരുന്ന നിർണായക CPI സംസ്ഥാന സമിതി യോഗമാണ് ഒറ്റ ദിവസം കൊണ്ട് വെട്ടിച്ചുരുക്കി അവസാനിപ്പിച്ചത്. ഇത് പാർട്ടി വൃത്തങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നതായിരുന്നു പ്രധാന അജണ്ടയെങ്കിലും ആഴത്തിലുള്ള ചർച്ചകൾ ഒഴിവാക്കാനും പിണറായി വിജയൻ എന്ന നേതാവിനോടുള്ള ഭയവും അതൃപ്തിയും തുറന്നു പറയാൻ നേതാക്കൾ മടിച്ചതുമാണ് യോഗം വേഗത്തിൽ അവസാനിപ്പിക്കാൻ ഇടയാക്കിയതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി നേരത്തെ തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട 4 വിലയിരുത്തലുകളിലാണ് കേന്ദ്ര കമ്മിറ്റി നിർണായകമായ തിരുത്തലുകൾ വരുത്തിയത്. തങ്ങൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വം വെട്ടിത്തിരുത്തിയിട്ടും യാതൊരു എതിർപ്പുമില്ലാതെ അത് തലകുനിച്ച് അംഗീകരിക്കുകയാണ് സംസ്ഥാന നേതാക്കൾ ചെയ്തത്. സംസ്ഥാന നേതൃത്വത്തിന്റെ നയവൈകല്യങ്ങളും നിലപാടുകളുമാണ് തിരിച്ചടിക്ക് പ്രധാന സങ്കീർണതകൾ സൃഷ്ടിച്ചതെന്നും വ്യക്തമാക്കുന്നതാണ് ഈ തിരുത്തലുകൾ. അടിമ സഖാക്കൾ പോലും തൃക്കരിപ്പൂരിലും അമ്പലപ്പുഴയിലും തളിപ്പറമ്പിലും ഉൾപ്പെടെ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ലെന്നും പാർട്ടിയുടെ അടിത്തറ ഇളകിയെന്നും കണ്ടെത്തൽ. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ചകളുടെ ഉത്തരവാദിത്വം സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കണമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന നേതൃത്വം എന്നതുകൊണ്ട് കേന്ദ്രം ഉദ്ദേശിക്കുന്നത് പിണറായി വിജയനെയും M.V. ഗോവിന്ദനെയും തന്നെയാണ്. സംസ്ഥാനത്തെ മുഴുവൻ പാർട്ടി സ്ഥാനാർത്ഥികളെയും അന്തിമമായി നിശ്ചയിച്ചതും ഇവർ ഇരുവരും തനിച്ചാണ്. തളിപ്പറമ്പിൽ സ്വന്തം ഭാര്യ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതും ഗോവിന്ദന്റെ തന്നിഷ്ടത്തിലും ഒപ്പം പിണറായി വിജയന്റെ സമ്മതത്തിലുമായിരുന്നു. 3-ാം ഊഴം ജയിച്ചാൽ പിണറായി മന്ത്രിസഭയിൽ തരക്കേടില്ലാത്ത മന്ത്രിയാക്കാമെന്ന അത്യാഗ്രഹത്തിലാണ് M.V. ഗോവിന്ദൻ P.K. ശ്യാമളയെ തളിപ്പറമ്പിൽ ഇറക്കി മത്സരിപ്പിച്ചത്. ശ്യാമള ദയനീയമായി തോറ്റപ്പോൾ അതിന് കാരണക്കാർ E.P. ജയരാജനും P. ജയരാജനും P.K. ശ്രീമതിയുമാണെന്ന് അവർ വേണ്ട വിധത്തിൽ പ്രചാരണം നടത്തിയില്ലെന്നുമായിരുന്നു M.V. ഗോവിന്ദന്റെ പഴിചാരൽ. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രാദേശികമായ തർക്കങ്ങൾ ഉയർന്നപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയെന്നായിരുന്നു സംസ്ഥാന കമ്മിറ്റിയുടെ ആദ്യ നിലപാട്. എന്നാൽ ഈ വീഴ്ച തിരുത്താൻ സംസ്ഥാന നേതൃത്വത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറായില്ലെന്നും നേതാക്കളുടെ പിടിവാശിയാണ് തളിപ്പറമ്പിൽ തിരിച്ചടിയായതെന്നും കേന്ദ്ര കമ്മിറ്റി തിരുത്തി. നേതാക്കളുടെ ഈ തോന്നിയാസത്തെ ചോദ്യം ചെയ്യാൻ സംസ്ഥാന സമിതി തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഈഴവ സമുദായ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ പരാമർശങ്ങളെ ശക്തമായി എതിർത്തില്ലെന്ന തിരുത്തലാണ് കേന്ദ്ര കമ്മിറ്റി പ്രധാനമായും ഉന്നയിച്ചത്. അതിനും പുറമെ പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കൾ തന്നെ വെള്ളാപ്പള്ളിയെ പരസ്യമായി അനുകൂലിച്ച് പരാമർശം നടത്തിയതും കടുത്ത വീഴ്ചയാണെന്നും കേന്ദ്ര കമ്മിറ്റി നിരീക്ഷിച്ചു. ഇത് വോട്ട് ചോർച്ചയ്ക്ക് കാരണമായെന്ന് കണ്ടാണ് റിപ്പോർട്ടിൽ കേന്ദ്ര പുതിയ കൂട്ടിച്ചേർക്കൽ നടത്തിയത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടന്ന ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രചാരണമുണ്ടായെന്ന സംസ്ഥാനത്തിന്റെ വാദവും കേന്ദ്ര കമ്മിറ്റി പൊളിച്ചെഴുതി. സ്വർണ്ണക്കടത്ത് കേസിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ A. പത്മകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ശിക്ഷണ നടപടിയെടുക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചു. ഇതിനൊപ്പം 2ാം പിണറായി മന്ത്രിസഭയിലെ മിക്ക മന്ത്രിമാരും വൻ പരാജയമായിരുന്നുവെന്നും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിച്ച സംഭവം ഒഴിവാക്കാമായിരുന്നുവെന്നും അവലോകന റിപ്പോർട്ടിൽ വിലയിരുത്തുന്നുണ്ട്. കടുത്ത ഹിന്ദുത്വ നിലപാടുകൾക്ക് പേരുകേട്ട ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ഒരു മന്ത്രി പൊതുവേദിയിൽ വായിച്ചതും പാർട്ടിയുടെ മതനിരപേക്ഷ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയായി. ആഗോള അയ്യപ്പ സംഗമത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മന്ത്രി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് ഗുരുതരമായ നയപരമായ വീഴ്ചയാണെന്ന് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
തീവ്ര വലതുപക്ഷ നിലപാടുള്ള നേതാവിന്റെ സന്ദേശം വേദിയിൽ വായിച്ചത് പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളക്കിയെന്നും എല്ലാം നശിപ്പിച്ചത് ഈ നടപടിയാണെന്നുമാണ് വിലയിരുത്തൽ. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ CPI ഉയർത്തിയ വിമർശനങ്ങളും തെറ്റായ പ്രചാരണത്തിന് വഴിവെച്ചെന്നായിരുന്നു സംസ്ഥാന കമ്മിറ്റി കുറ്റപ്പെടുത്തിയത്. എന്നാൽ ഇടതുമുന്നണിയിൽ കൂട്ടായ ചർച്ചകളില്ലാത്തതും ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി. മുന്നണി മര്യാദകൾ ലംഘിച്ചതാണ് CPIയെ ചൊടിപ്പിച്ചതെന്നും കേന്ദ്ര കമ്മിറ്റി കുറ്റപ്പെടുത്തി. ഇത്രയും കടുത്ത വിമർശനങ്ങളും തിരുത്തലുകളും കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടും അതിനെതിരെ ഒരക്ഷരം പോലും സംസാരിക്കാൻ സംസ്ഥാന സമിതിയിലെ പ്രമുഖർക്ക് കഴിഞ്ഞില്ല. പാർട്ടിയിലും ഭരണത്തിലും ഒരേപോലെ സ്വാധീനം ചെലുത്തുന്ന പിണറായി വിജയനെതിരെയോ പാർട്ടി സെക്രട്ടറിക്കെതിരെയോ വിരൽ ചൂണ്ടാൻ നേതാക്കൾക്ക് ഇപ്പോഴും ഭയമാണ്. പിണറായി ഭയം കാരണം ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോകാതെ ഒറ്റ ദിവസം കൊണ്ട് യോഗം അവസാനിപ്പിച്ച് നേതാക്കൾ തലയൂരുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടിയിൽ വൻ അഴിച്ചുപണി നടക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണെങ്കിലും നിലവിലെ ഭാരവാഹികൾക്ക് തൽക്കാലം ആശ്വാസത്തിന് വകയുണ്ട്. തിരുത്തൽ നടപടികൾ ഏത് രീതിയിൽ നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കാൻ വിശാലമായ സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബർ 13 മുതൽ 15 വരെ കോഴിക്കോട് വെച്ച് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുവരെ നിലവിലെ സംസ്ഥാന നേതൃത്വത്തിന് തൽസ്ഥാനങ്ങളിൽ തുടരാം. എങ്കിലും സെപ്റ്റംബറിൽ കോഴിക്കോട് ചേരുന്ന വിശാല സംസ്ഥാന സമിതി യോഗത്തിൽ വലിയ പൊട്ടിത്തെറികൾക്കും സാധ്യതയുണ്ടാകും. കേന്ദ്ര കമ്മിറ്റിയുടെ തിരുത്തലുകൾ പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ട സ്ഥിതിക്ക് തോൽവിക്ക് ഉത്തരവാദികളായ നേതാക്കൾക്കെതിരെ സംഘടനാപരമായ നടപടികൾ ഉണ്ടാകുമോ അതോ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അച്ചടക്കത്തിന്റെ വാളോങ്ങി തൽക്കാലം പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും CPMനുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ പുതിയ തലത്തിലേക്ക് കടക്കുകയാണെന്നാണ് ഈ യോഗം തെളിയിക്കുന്നത്.